എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സൂപ്പറല്ലേ? നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇവിടെ നിന്നാണ് വൈൻഡപ്പ് ചെയ്ത്. എന്നാൽ പിന്നെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാമെന്ന് ഞാൻ വിചാരിച്ചു. സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഞാൻ അന്ന് തന്നെ എടുത്ത വീഡിയോ ഒന്നും അല്ല ഇത് ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഫ്ലാറ്റ് അകമൊക്കെ. പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ അതെന്തിനാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക കേട്ടോ. ഇവിടെ വന്നിട്ട് പറയാതെ വയ്യ മക്കളെ. ഇവിടുത്തെ ക്ലൈമറ്റ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഭയങ്കര കൂൾ ആൻഡ് പ്ലസൻറ്റ് ക്ലൈമറ്റാണ്. AC-യുടെ ആവശ്യമേ ഇല്ല. ഡിസംബർ മാസം ആയതുകൊണ്ട് മാത്രമല്ല കേട്ടോ, ഇവിടെ അല്ലാണ്ട് തന്നെ ഇവിടെ ക്ലൈമറ്റ് പൊളിയാണെന്നാണ് ഏട്ടൻ പറഞ്ഞത്. പിന്നെ എന്നെപ്പോലെ ഹൈഡ് പീപ്പിളിന് ഇരിക്കാൻ പറ്റിയ പ്ലേസാണ്. ഒരു ശല്യമില്ല. ഒരു TV-യുടെ ഒരു കുറവ് കൂടി ഉണ്ടായിരുന്നുള്ളൂ. അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ സംഭവം പൊളിയാണ്. ഇവിടുത്തെ ഒരു ഇൻ്റർനാഷണൽ സ്കൂളിലാണ് കേട്ടോ ഏട്ടൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മൺഡേ ടു ഫ്രൈഡേ വർക്കുള്ളത് കാരണം ഞങ്ങൾക്ക് പുറത്തൊന്നും പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ തന്നെയായിരുന്നു. ഇതൊരു ന്യൂലി അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിതൊക്കെ ഇത് കഴിഞ്ഞത് തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങൾ ഈവനിങ് ഷോപ്പിങ്ങിനായിട്ട് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു DMart വന്നു. ഇത് വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിലെ രാമേന്ദ്രൻ പോലുള്ള ഹൈപ്പർ മാർക്കറ്റ് പോലുള്ള ഒരു സാധനമാണ്. കൊള്ളാം. ഇവിടെയും അത്യാവശ്യ സാധനങ്ങളൊക്കെ നമുക്ക് ചീപ്പായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് അധികം കറങ്ങാനൊന്നും സമയമില്ലാത്ത കാരണം ആ വീക്കെൻഡിൽ തന്നെ ഞങ്ങൾ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു മാളിലും വന്നിട്ടുണ്ട്. ഇവിടെ ഇച്ചിരി ഫേമസ് ആണ് മാളുകൾ. അപ്പോൾ ഇത് ഒരു ഫേമസ് ആയിട്ടുള്ള മാളാണ് ഫീനിക്സ് മാൾ. അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോയത്. മാളിൻ്റെ അകത്തും പുറത്തും ക്രിസ്മസ് വീക്കായ കാരണം ക്രിസ്മസിൻ്റെ അലങ്കാരങ്ങളൊക്കെ കൊണ്ട് മൂടിക്കെട്ടിയേക്കുവാണ്. അപ്പോൾ ക്രിസ്മസിൻ്റെ ഒരു നല്ല വൈബ് തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മാള്. പിന്നെ അകത്തെ കാഴ്ചക്കാളും എനിക്ക് പുറത്തുള്ളതും ഒത്തിരി ഇഷ്ടമായി. പുറത്തും വേറൊരു രീതിക്കാണ് ക്രിസ്മസിൻ്റെ ഒരു വൈബ് സൃഷ്ടിച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട് മാൾ ആ രീതിക്ക് നോക്കുമ്പോഴത്തേക്ക്. നമ്മുടെ വീഡിയോയിൽ ടൈറ്റിലിൽ പറഞ്ഞേക്കുന്ന പോലെ ഞാനിവിടെ എന്തിനാണ് വന്നതെന്നുള്ളത്, ഇവിടുത്തെ സ്ഥലമൊക്കെ ഒന്ന് കണ്ട് വിശദമായിട്ടൊന്ന് പരിശോധിച്ചിട്ട് ഇവിടെ തന്നെ അങ്ങ് സെറ്റിലാവാമോ എന്നുള്ള ഒരു ആലോചനയോടുകൂടി വന്നതാണ് കേട്ടോ ഇവിടെ.
ഏറെക്കുറെ അകത്തും പുറത്തുമായിട്ട് ഞങ്ങൾ മോളൊന്ന് ജസ്റ്റ് കവർ ചെയ്ത ശേഷം ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് കയറാമെന്ന് കരുതി ഞങ്ങൾ തിരിക്കുന്നുണ്ട്. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോട്ടാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂരിലെ ട്രാഫിക് ബ്ലോക്കിനെ പറ്റി പറയണ്ടല്ലോ. ഇവിടെ നല്ല രീതിക്ക് തന്നെയാണ് ട്രാഫിക് ഉള്ളത്. പക്ഷേ എങ്കിലും ഈ ട്രാഫിക്കുകളിൽ സെയിൽസ് നടത്തുന്നത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇവിടെ പല രീതിക്കുള്ള വിൽപ്പന സാധനങ്ങളുമായിട്ട് പല രീതിക്ക് ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ കണ്ടു വാങ്ങിയതാണ് ഈ ബൊക്കേറ്റും ഫ്രൂട്ട്സും ഒക്കെ. മുംബൈയിലെ ക്രഫോർഡ് മാർക്കറ്റും ഡൽഹിയിലെ സരോജിനി നഗറും പോലെയൊക്കെ തന്നെയുള്ള ഒരു മാർക്കറ്റാണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഇത് മാത്രമല്ല വേറെയും 1-2 ഉണ്ടെന്ന് അറിഞ്ഞു. പക്ഷേ എനിക്കിന്ന് ഇവിടെ വരാനാണ് സാധിച്ചത്. അപ്പം അതുപോലെയൊക്കെ ഉള്ള രീതിക്കാണ് ഈ സെറ്റപ്പ്. പക്ഷേ എന്തെങ്കിൽ എനിക്ക് ഇവിടുന്ന് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിട്ടാണ് തോന്നിയത്. അവിടെ ഭയങ്കര കൺജസ്റ്റഡാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു രീതി. ഇവിടെ അങ്ങനെയല്ല. പിന്നെ ഇവിടെ വന്നിട്ട് ബ്രാൻഡഡ് ഐറ്റംസ് വേറൊരു രീതിക്കും അല്ലാണ്ട് ചീപ്പായിട്ട് കിട്ടുന്ന മെറ്റീരിയൽസൊക്കെ അപ്പുറത്ത് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തേക്കുവാണ് ഇവിടെ. അപ്പോൾ രണ്ടും കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് അത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇത് ഇഷ്ടമായി. നല്ല രസമുണ്ട് ഇവിടുത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. എപ്പോഴത്തെയും പോലെ തന്നെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടൊക്കെ കുറേ വാരിക്കൂട്ടി വാങ്ങിച്ചിട്ടുണ്ട്. സോ ഞങ്ങൾ അങ്ങനെ തിരിക്കുകയാണ് ഇവിടെ നിന്ന്. ഇപ്പോൾ തന്നെ നൈറ്റ് ഇപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചാലേ ഞങ്ങൾക്കൊരു 2 hours ഫ്ലാറ്റിലെത്താൻ കഴിയുള്ളൂ. പിന്നെ ഫുഡും കഴിച്ചിട്ടില്ല. അപ്പോൾ അതും കഴിക്കണം. അങ്ങനെ ഞങ്ങൾ വേഗം തിരിച്ചു പോകുന്നുണ്ട്. സോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണുള്ളത്. ഞാൻ അടുത്തൊരു ഉഗ്രൻ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ.